നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള കുറ്റിപ്പുറമാണ്, നമ്മുടെ എടപ്പാൾ കുറ്റിപ്പുറം. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തിന്റെ വീടാണ്. ഒരു അടിപൊളി ഒരു മൽനോയ്സിന്റെ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫീമെയിൽ ആണ്, മദർ ഡോഗ് ഇതാണ്, എസ്രയാണ്. അപ്പൊ എസ്രയുടെയും അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇതിന്റെ ക്രോസ് ചെയ്തേക്കുന്നത് നമ്മൾ തൃശ്ശൂരുള്ള നമ്മുടെ റിയോ എന്ന് പറഞ്ഞൊരു മെയിലിനെ കൊണ്ടാണ്. ഇമ്പോർട്ടാണ്, വിയറ്റ്നാം ഇമ്പോർട്ടാണ്. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു മെയിലാണ്. അപ്പൊ നമുക്ക് ഒരു 10ഓളം പപ്പീസ്, 9 പപ്പീസ് നമുക്കുണ്ട്. മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്. പപ്പീസ് എല്ലാം തന്നെ കറക്റ്റ് ഇപ്പോൾ ഒരു 29 ഡേയ്സ് ആയിട്ടുള്ള കണ്ടുള്ള പപ്പി എല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നതാണ്. നല്ല ബ്ലാക്ക് ഷെയ്ഡുള്ള നല്ല പപ്പീസാണ്. അപ്പോൾ ഇതിന്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോക്കകത്ത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീമെയിൽ മദർ ഡോഗും അതിൻ്റെ പപ്പീസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് നമുക്ക് 9 പപ്പീസ് ഉണ്ട്. അതായത് 6 ഫീമെയിൽ 3 മെയിൽ പപ്പീസ് എല്ലാം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് അതിൻ്റെ ഇന്നത്തെ സെക്കൻഡ് ഫീഡിംഗ് ആണ് കേട്ടോ. ഇതോ ഇപ്പോൾ 3 ടൈംസാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ടൈംസാണ്. അപ്പോൾ നമ്മൾ RC ആണ് ഫീഡ് ചെയ്യുന്നത്. നമുക്ക് കുതിക്കേണ്ട ആവശ്യമില്ല, വെറ്റായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഫുള്ളായിട്ട് തന്നെ കഴിച്ചോളും. ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തന്നെ എല്ലാം ഒരേപോലെ തന്നെ ആയിട്ടുണ്ട്. ചില വീക്കായിട്ട് അങ്ങനെയൊന്നുമില്ല. ആ 9 പപ്പിയും ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ മദറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കാണിച്ചത് ഇപ്പോൾ നല്ല ഒരു അത്യാവശ്യം ഒരു മെയിലിൻ്റെ സൈസുള്ളൊരു ഫീമെയിലാണ്. അപ്പോൾ മദറിൻ്റെ ഈ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ മിൽക്കൊക്കെ നല്ല ആവശ്യത്തിന് 9 പേർക്കും കുടിക്കാനുള്ള മിൽക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ അപ്പം ഈ പപ്പീസ് ഓവറായിട്ട് വരുമ്പം ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില പപ്പീസ് വീക്കായിട്ടൊക്കെ പോകും. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം ഒരേപോലൊക്കെ തന്നെയാണ് പപ്പീസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇത് നമുക്ക് പപ്പീസിന് വന്നിട്ടുള്ള കളർ നമ്മുടെ ഒരു റിയോയുടെ കളറാണ് നമുക്ക് കൂടുതലും കയറി വന്നിരിക്കുന്നത്. അതായത് ഒത്തിരി ആൾക്കാർ മൽനോയ്സ് തന്നെ ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡുള്ള പപ്പീസ്, കാരണം കാണാൻ ഇച്ചിരി ഭംഗി. അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ബ്ലാക്കിന് നമുക്ക് ചിലർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിനകത്ത് തന്നെ കുറേ എണ്ണം നല്ല രീതിയിലുള്ള ബ്ലാക്ക് മാസ്കൊക്കെ കയറും. ഈ പപ്പിയൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മാസ്ക് കയറി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം കളറൊക്കെ ചെറിയൊരു ഫീഡാവുകയും ചെയ്യും. അറിയാം വളരെ ദൂരം ഈ ഒരു ചിലതിൻ്റെയൊക്കെ ഫീഡാവാറുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ബ്ലാക്ക് കൂടിയ പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കൂടുതൽ ഇതിനകത്ത് ഫീമെയിൽസ് ഒക്കെ നല്ല ബ്ലാക്ക് കയറി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫീമെയിലിനെ പറ്റി വന്നിട്ട് ഇതിനെപ്പറ്റി നോക്കി, ഇതുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഫീമെയിലാണിത്. ഇതേ ക്വാളിറ്റിയിലുള്ള ഫീമെയിൽ പപ്പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒത്തിരി ആൾക്കാരെ ഇപ്പോൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് അതായത് ബ്രീഡിങ് ക്വാളിറ്റിയുള്ള, അതായത് ബ്രീഡ് ചെയ്യാൻ പറ്റിയ ആ ഒരു ക്വാളിറ്റിയുള്ള ഫീമെയിൽ പപ്പീസാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അതായത് ഇതാണ് മദറിനെ കണ്ടല്ലോ. അപ്പോൾ ഫാദറിൻ്റെ ഫോട്ടോയോ അല്ല വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പർ ഈ വീഡിയോയ്ക്കകത്തുണ്ട്. പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പപ്പീസിൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫാദറിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. പിന്നെ മെയിനായിട്ട് ആൾക്കാർ ബ്ലാക്ക് കളർ കൂടുതലുള്ള പപ്പീസ്, അതുപോലെ തന്നെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാരായാലും ബ്രീഡർമാർക്കായാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൽനോയ്സിനെ എടുത്തിട്ട് ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ളതൊക്കെ അങ്ങനെയുള്ളവർ നോക്കുന്നുണ്ടെങ്കിലും ഈ പപ്പീസിനെ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പപ്പീസ് എല്ലാം സർട്ടിഫൈഡ് പപ്പീസ് തന്നെയാണ്. ഇപ്പോൾ 29, നാളെ ഇപ്പോൾ 30 ഡേയ്സ് ആവും. ഒരു ഡീവേമിങ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇപ്പം ഈ കമ്മിങ് വീക്കിൽ നമ്മൾ സെക്കൻഡ് ഡീവേമിങ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ 30 ദിവസം കറക്റ്റായിട്ട് മദർ മിൽക്ക് കൊടുത്തതിന് ശേഷം, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് 30 ദിവസം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കത്തുള്ളൂ. കാരണം അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടി മിനിമം ഒരു 30 ഡേയ്സെങ്കിലും നമ്മൾ മദർ മിൽക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് മദറും കണ്ടോ ലിറ്ററായിട്ട് പോലും ചില സമയത്ത് നമുക്ക് ഫീമെയിലൊക്കെ ഇങ്ങനെ ലിറ്റർ ആയതിനു ശേഷം നല്ല രീതിയിൽ ക്ഷീണം വരാറുണ്ട്. നമ്മുടെ ഫീമെയിലായാലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഈ ഒരു ഡോഗിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. പപ്പീസിലും ആ ഒരു മദർ ഡോഗിൻ്റെ ക്വാളിറ്റി നിങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ല, നമ്മുടെ എടപ്പാൾ കുറ്റിപ്പുറമാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പപ്പീസിനെ നേരിട്ട് ഇവിടെ വന്ന് കാണാം. ഫീമെയിൽ ഡോഗ് ഇവിടെ തന്നെയുണ്ട്. മെയിൽ നമ്മുടെ തൃശ്ശൂർ ചാലക്കുടിയാണ്, റിയോ. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ തന്നെ ഡ്യുവൽ ചാമ്പ്യനാണ്. ഇമ്പോർട്ട്, വിയറ്റ്നാം ഇമ്പോർട്ടാണത്. അത് ഫുൾ ബ്ലാക്ക് ആട്ടോ, ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫീമെയിൽ ആയാലും നമ്മുടെ ഡ്യുവൽ ചാമ്പ്യൻ നമ്മുടെ ഹോൾഡൻ്റെ ഡോട്ടറാണ്. അപ്പോൾ ഇവിടെ പഴയ വീഡിയോ ആയാലും നമ്മുടെ ഇവിടെ സെക്കൻഡ് ലിറ്ററാണ്. ഫസ്റ്റ് ലിറ്ററിൻ്റെ വീഡിയോസ് അതിൻ്റെ പപ്പീസിൻ്റെ എല്ലാം തന്നെ പഴയ വീഡിയോ അതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനകത്ത് അതുകൂടെ അതിൻ്റെ ലിങ്ക് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അന്നത്തേക്കാട്ടിൽ ഈ ഒരു ഫീമെയിൽ ഞാൻ വന്ന് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം അതിനെക്കാട്ടി കുറച്ചുകൂടെ സൈസ് ആയിട്ടുണ്ട് ഫീമെയിൽ. ഒരു 2.5 വയസ്സായിട്ടുണ്ട് ഇവർക്ക്, 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഒരു 1-2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഡോഗ്സ് എല്ലാം തന്നെ ഇതേ ഒരു സൈസിലെത്തും. പിന്നെ കളറ് കൂടുതൽ ഈ പ്രാവശ്യം നമുക്ക് ബ്ലാക്കാണ്. നിങ്ങൾക്ക് മെയിൽ പപ്പി ആയാലും ഫീമെയിൽ പപ്പി ആയാലും നമുക്കുണ്ട്. ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലാതെ ബ്ലാക്ക് ഷെയ്ഡ് കൂടിയ പപ്പീസിനൊക്കെ നോക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്കകത്ത് വിളിക്കാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ അതിനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഈ കേരളത്തിൽ എവിടെ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തായാലും അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല കണ്ടല്ലോ പപ്പീസിനെ എല്ലാവരെയും നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9 പപ്പീസിനെ നമ്മൾ ഇതിനകത്ത് കാണിച്ചത് മദർ ഡോഗിനെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ തന്നെ നോക്കുക. മെയിൽ ഫീമെയിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഒരേ സൈസിൽ തന്നെ ഇരിക്കുന്ന
പപ്പീസാണ്. സാധാരണ നമ്മൾ ഫീമെയിൽ പപ്പിയൊക്കെ ചിലർ പറയാറുണ്ട് മെയിലിനെ അപേക്ഷിക്കാം സൈസ് ചിലപ്പോൾ കുറവായിട്ട് തോന്നും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പപ്പിയെ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ അറിയത്തില്ല, അത് ലൈനേജ് അനുസരിച്ചിരിക്കും. എന്തായാലും ഫാദറിൻ്റെ കളറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മദറിൻ്റെ ആ ഒരു സൈസും എല്ലാം തന്നെ പപ്പീസിന് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ലിറ്ററിലെ നമ്മുടെ എസ്രയുടെയും റിയോയുടെയും പപ്പീസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം ഈ ഒരു വീഡിയോയ്ക്ക് ഒരു നമ്പറുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി.